സങ്കീർത്തനം 136 പാർട്ട് 2 ആണ് ഇന്നത്തെ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ട് 1 1-2 വാക്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് യഹോവയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു നമുക്ക് തന്നത്. അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുക്കാത്ത സത്യം മോശയുടെ കാലത്ത് ദൈവം തമ്പുരാൻ ഞാൻ യഹോവയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ എന്ന് വെളിപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമുള്ളവരോടല്ലേ നമ്മൾ പറയത്തുള്ളൂ, അല്ലാതെ കാണുന്നവരോടല്ലേ ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്കൂ? ഇല്ല. ദൈവത്തിനോട് അടുത്ത് വന്നാൽ ദൈവം തൻ്റെ സ്വഭാവവും തൻ്റെ പേരും തൻ്റെ നേച്ചറും എല്ലാം വെളിപ്പെടുത്തി തരും. അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അപ്പച്ചൻ്റെ അടുക്ക് ചെന്നിരിക്കണം. അത് ഈ മനസ്സിലാക്കി വിവരം അറിയുന്ന മക്കളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പം പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പേടിക്കാനൊന്നുമില്ല. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനെക്കാട്ടി വലുതാന്നുള്ള ബോധം വരണം. കഷ്ടമൊക്കെ വരും, കഷ്ടവും പ്രയാസവും ഇല്ലാത്ത ലോകമില്ലെന്നേ. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് ദൈവത്തെ വിളിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് 136 ബാക്കിയിലോട്ട് കയറിയാണ്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായിട്ട് ഞാനിപ്പം പറഞ്ഞു, യഹോവ എന്നുള്ള പേരാകുന്നു. ദൈവം തമ്പുരാൻ പറഞ്ഞു പെസഹായ്ക്ക്, ഇത് ഈ പുറപ്പാടിൽ പറഞ്ഞ ആ ഭാഗമാണ് യേശു ക്രിസ്തു പെസഹായ്ക്ക് എടുത്ത് ഏറ്റു ചൊല്ലുന്നതെന്ന് ഓർക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം നിയോഗിച്ച കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ അടുക്കും ചിട്ടയായിട്ട് വരുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും സ്വർഗം നിയോഗിച്ചിട്ടുണ്ട്. അതുമായിട്ട് അലൈൻ ചെയ്യുക. അതായത് നമ്മളെക്കുറിച്ചൊക്കെ ഓരോ ബുക്കുകൾ സ്വർഗത്തിലുണ്ട്. എന്നിട്ട് ഈ ദൂതന്മാർ അതൊന്നും എടുത്ത് നോക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇന്ന് സുവിശേഷം പറയുന്നത് ദൈവം അന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സഹായിക്കാൻ ആളുകളെ തരും, അല്ല നമ്മൾ നിൽക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിന് അനുകൂലമായിട്ട് നിന്നെങ്കിലേ ദൈവദൂതന്മാർ നമുക്ക് സഹായികളായിട്ട് വരത്തുള്ളൂ. പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ വേദനിപ്പിക്കുകയാണ്, ദൈവത്തെയും വേദനിപ്പിക്കുക. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒട്ടുമുക്കാലും സമയം അങ്ങനെ നമ്മൾ കളയുന്നുണ്ട്. അതിന് ഇനി സമയമില്ല. നമുക്ക് ഏകനായി എങ്ങനെയാണ് ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യാം, കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യാൻ. കാരണം അവൻ്റെ ദയ എന്നേക്കുള്ളത്. അപ്പോൾ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ 104:27 ഇങ്ങനെ വായിക്കുന്നുണ്ട്. 27-28 പറയുന്നു, തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കും. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ, ലിവ്യാദാൻ, ഇവർക്കൊക്കെ പോലും തീൻ കൊടുക്കുന്ന നമ്മളാരുമല്ല, തക്ക സമയത്ത് ദൈവമാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ദൈവം നമുക്ക് നമ്മുടെ തലമുറയ്ക്കും വേണ്ടി ചെയ്യാതിരിക്കുമോ? നമുക്കൊരു ഫൈനാൻഷ്യൽ നീഡ്, പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രശ്നം പരിഹരിക്കേണ്ട എന്തോ പ്രശ്നമുണ്ടല്ലേ, പുറത്ത് പോകേണ്ടി, ജോലിക്ക് പോകണം, പഠിത്തത്തിന് പോകണം, പൈസ ഇല്ല, ആരോട് ചോദിക്കണം എന്നറിയാൻ വയ്യാത്തപ്പം നമ്മൾ ഈ വാക്യം കാക്കയ്ക്കും പക്ഷിക്കും പറവജാതിക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ദൈവം നമുക്ക് വേണ്ടി തരാതിരിക്കും. ഇവിടെ മത്സ്യത്തിന് വേണ്ടി പോലും തക്ക സമയത്ത് തീൻ കൊടുക്കുന്ന അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇരിക്കണം. അവൻ്റെ അടുക്കൽ ചെന്ന് ഇരിക്കണം, സമയമെടുത്തിരിക്കുക. പരിശുദ്ധാത്മാ വീട്ടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 5:13, 2 ക്രോണിക്കിൾസ് 20:21-22 വായിക്കാം. 2 ക്രോണിക്കലിൻ്റെ 2 ദിനവൃത്താന്തം 5:13 ഇങ്ങനെയാണ് വായിക്കുന്നത്. പഴയ നിയമത്തിലെ 2 ദിനവൃത്താന്തം എന്ന് പറയുമ്പോൾ 5-ാം അധ്യായത്തിൽ ശലോമോൻ യഹോവയ്ക്ക് ആലയം പണി ചെയ്ത ശേഷം പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണ്. പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം ആർക്ക് ഓഫ് ദ കവനൻ്റ്, അതായത് ദൈവത്തിൻ്റെ പെട്ടകം ആളുകൾ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. അവർ മരുഭൂമി വാസത്തിൽ എപ്പോഴും പെട്ടകത്തിന് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പെട്ടകം കൂടെ കൊണ്ട് നടന്നിട്ട് അതിന് ചുറ്റുമായിട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ പ്രസൻസാണ് അവരെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമകാലത്ത് ക്രിസ്തുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നുള്ള ഇട്ടിരിക്കുമ്പം ദൈവം നമ്മോടുകൂടെ എന്നുള്ള അർത്ഥമാണ് ഇമ്മാനുവേൽ എന്നുള്ള പേര്. ദൈവം നമ്മോടുകൂടെ എന്നുള്ളപ്പം ആർക്ക് ഓഫ് ദ കവനൻ്റ് തന്നെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മോടുകൂടെ ഉണ്ടപ്പോൾ നിയമപെട്ടകം പഴയ നിയമത്തിലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു വലിയ ഭാഗ്യ പദവിയാണ്. അത്
മനുഷ്യൻ നാവുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല, അത്രമാത്രം ആഴമേറിയ ഒരു സബ്ജക്റ്റാണത്. ഈ ശലോമോൻ ദേവാലയം പണിയാൻ റീസൺ, ദാവീദ് ഒരാലയം പണിയണമെന്ന് ചിന്തിക്കുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ യുദ്ധമെല്ലാം ചെയ്തു, എനിക്ക് നല്ല കൊട്ടാരമുണ്ട്, ഞാൻ നല്ല കൊട്ടാരത്തിൽ ജീവിക്കുന്നു, എന്നാൽ സർവശക്തനായ ദൈവത്തിന് വസിക്കുവാൻ ഒരാലയമില്ലല്ലോ, അതുകൊണ്ട് ഒരാലയം പണിയാം എന്ന് വിചാരിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ആദ്യം വന്നിച്ച് പറയും പണിയാൻ പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞില്ല, ഇല്ല, നീ അല്ല പണിയേണ്ടിയത്, നീ പണിയാനൊക്കത്തില്ല, കാരണം നിൻ്റെ കൈ കൊണ്ട് രക്തച്ചൊരിച്ചിൽ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ മകൻ ആലയം പണിയെന്ന് പറഞ്ഞു. അന്ന് ശലോമോൻ അതൊന്നും പറയുന്നില്ല, എൻ്റെ മകനാണല്ലേ. ഏതായാലും ദാവീദിന് സങ്കടമൊന്നും ഉണ്ടായില്ല. ദാവീദ് എന്നാൽ ആലയം പണിയേണ്ട സകല സാമഗ്രികളും കൂട്ടിവെച്ചെന്ന്. ഒരാലയം പണിയുമ്പോൾ അവിടെയൊക്കെ ശബ്ദമോ കോലാഹലമോ അടിയടിയോ കൊട്ടുന്ന ശബ്ദമൊക്കെ. പക്ഷേ അവർ പറയുന്നത് സകല സാധനങ്ങളും ദൂരെ ഉണ്ടാക്കി, ഈവൻ വെട്ടുകല്ല് പോലും വെട്ടിയെടുത്തത് ദൂരേന്ന് വെട്ടുകെട്ടി ചെത്തി വെടിപ്പാക്കി, ഇവിടെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഫിക്സ് ഇറ്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് വെക്കുക. ഇപ്പോഴത്തെ മോഡുലാർ ഹൗസസ് പോലെ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ വലിയ ബഹളമൊന്നുമില്ല. എന്നാലും 40 വർഷം കൊണ്ടാണ് ഈ ആലയം പണിതെടുത്തത്. ആലയം പണിത് തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ ദൈവത്തിന് വേണ്ടി യാഗം ചെയ്യണം. ശലോമോൻ യഹോവയുടെ നിയമപെട്ടകം സിയോൻ എന്ന ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനക്കാരായ ഗോത്രപ്രഭുക്കന്മാരെയൊക്കെ യെരൂശലേമിൽ കൂട്ടിവരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ പുരുഷന്മാരെല്ലാവരും 7-ാം മാസത്തിലെ ഉത്സവത്തിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന ശേഷം ലേവ്യർ പെട്ടകം എടുത്തു. പെട്ടകം, സമാഗമന കൂടാരം, കൂടാരത്തിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും കൊണ്ടുവന്ന് പുരോഹിതന്മാരും ലേവ്യരും മാത്രമേ അവ കൊണ്ടുവന്നത്. അന്ന് പുരോഹിതന്മാരും ലേവ്യപുത്രന്മാരും കൂടെ ഈ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ സാധനങ്ങളും എല്ലാം കൊണ്ടുവരികയാണ്. ശലോമോൻ രാജാവ് അവൻ്റെ അടുക്കൽ കൂടി വന്നിരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുക്കാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളകളെയും പെട്ടകത്തിന് മുമ്പിൽ യാഗം കഴിച്ചു. മനുഷ്യന് എണ്ണാൻ വയ്യാത്ത വണ്ണം ആടുകളെയും കാളക്കിടാവിനെയും കൊണ്ടുവന്ന് യാഗം കഴിച്ചു. എന്തുമാത്രം രക്തം അവിടെ ഒഴുകി ചെയ്ത്, രക്തച്ചൊരിച്ചിലല്ലാതെ വിമോചനം ഇല്ലെന്ന് പറയുന്നു. പഴയ നിയമത്തിൽ അത് അലൗഡായിരുന്നു. അങ്ങനെ ഈ ഇത്ര വലിയൊരാലയം പണിതപ്പോൾ അവർക്ക് എണ്ണാൻ വയ്യാത്തവണ്ണം മൃഗങ്ങളെ യാഗമായിട്ട് കൊടുത്തു. എന്നൊക്കെ നമ്മുടെ മനസ്സുണ്ടെന്ന് ചിന്തിച്ചാൽ ഇപ്പോഴങ്ങനെ നടക്കണമുണ്ടായിരുന്നെങ്കിലോ. എല്ലാ ആഴ്ചയിലും നമ്മൾ പോകുന്ന സഭായോഗങ്ങളിലോ പള്ളികളിലോ നിറച്ച ആടുകളുടെ ഒരു ബഹളമായിരുന്നേന്, കയറാൻ വയ്യാത്ത പോലെ. അതുപോലെ ഭാവം പെരുകിയിരിക്കുന്ന ഒരു കാലമല്ലേ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ ഏകയാഗം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി. അന്ന് മൃഗങ്ങളുടെ രക്തം കൊടുത്തു എന്നെങ്കിൽ ഇന്ന് യേശു തൻ്റെ വിശുദ്ധ രക്തം നമുക്കായിട്ട് ചൊരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൂടി വന്നിരുന്ന ഇസ്രായേൽ സഭയൊക്കെ എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം, എണ്ണാനും കണക്കെടുക്കാനും കഴിയാതെ വണ്ണം മൃഗങ്ങളെ, അതായത് ആടുകളെയും കാളകളെയും പെട്ടകത്തിന് മുമ്പിൽ യാഗം വെച്ചു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കെരൂബുകളുടെ ചിറയിൻ കീഴെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം അവിടെ ഇരിക്കുന്ന ദാവീദ് കൊണ്ടുവച്ചെടുത്തുനിന്ന് ദൈവത്തിൻ്റെ ആലയം, ശലോമോൻ പണിത ആലയത്തിലേക്ക് തൻ്റെ പെട്ടകം കൊണ്ടുവന്ന് അകത്ത് വെക്കാൻ എത്രയോ പ്ലാൻ ചെയ്തിട്ടാണ്, എത്രയോ കാര്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനെയാണ് 18-ാം വാക്യം വായിക്കുന്നത്. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളത്തോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ദൈവത്തെ ഒരേ മനസ്സോടുകൂടി അവർക്കറിയാവുന്ന എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കാഹളദ്വാരത്തോടും സംഗീതത്തോടും കാഹളങ്ങളോടും കൈത്താളത്തോടും വാദിത്വത്തോടും കൂടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയിട്ട് എന്താ അവർ വിളിച്ചു പറയുന്നത്? ഈ 136 എഴുതിയിരിക്കുന്നത് തന്നെയാണ്. ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പം അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളെന്ന് ഏക സ്വരത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ള, നമുക്കത് തന്നെയാണ് പറയേണ്ടത്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളൂ, അവൻ്റെ നല്ലവനല്ലോ, അവൻ്റെ ദയ. ഇതൊരു 10,026 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ സ്വർഗം തുറന്നു കഴിഞ്ഞു.
അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നാ, ഇവരിങ്ങനെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത്, പഴയ നിയമകാലത്താന്ന് പറഞ്ഞു സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആലയത്തിൽ എന്ത് സംഭവിച്ചു? ആലയം മേഘം കൊണ്ട് നിറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഗ്ലോറിയാണ്. യഹോവയുടെ തേജസ്, തേജസ് മീൻസ് ഗ്ലോറി, യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറക്കിക്കൊണ്ടുവരാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ ഒത്തിരിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവത്തോട് നേരിട്ടങ്ങാക്കാം. പിന്നെ നമ്മൾ ശുശ്രൂഷയ്ക്ക് എന്നേക്കും മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നുണ്ട്. മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളി വരുന്നുണ്ടോ? അല്ലെങ്കിൽ വെറുതെ സമയം കളയുകയല്ലേ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ സഭായോഗത്തിനോ പള്ളികളിലോ പോകുമ്പം അവിടെ ദൈവത്തിൻ്റെ ഗ്ലോറി വരുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ആരാണ്? ദൈവം തമ്പുരാൻ. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ അത് സംഭവിച്ചു. ശുശ്രൂഷക്കാർക്കൊന്നും ചെയ്യാൻ വയ്യാത്ത വണ്ണം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നു. നമ്മൾ നമ്മുടെ പ്രശംസ, നമ്മുടെ കഴിവ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ വ്യഗ്രത കാണിക്കുമ്പം കർത്താവ് മോളെ മാറി ഇങ്ങോട്ട് നിൽക്കുക, ഞാൻ എൻ്റെ മഹത്വം ഒന്ന് കാണിക്കട്ടെ എന്ന്. അതിനെത്ര പേര് തയ്യാറാകും? നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ ഏറ്റവും വലിയ ശുശ്രൂഷ. ദൈവമേ നിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. അതിൻ്റെ ഒരു പൂർണ്ണമായൊരു മരണം ആവശ്യമുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളൊരു പാനീയ യാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന് യാഗമായിട്ട് അർപ്പിക്കാൻ റോമർക്കെഴുതിയ ലേഖനം 12:1-2 പറയുന്നത് പോലെ നമ്മളെ തന്നെ യാഗവസ്തുവാക്കി കയറ്റി വെക്കണം. അല്ലാതെ ദൈവത്തിൻ്റെ ഗ്ലോറി എങ്ങനെ ഇറങ്ങും? തയ്യാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി. നാഥാ, നിൻ്റെ മുൻപിലേക്ക് തലമുറകളെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് 136 സങ്കീർത്തനം, അവൻ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളവൻ, ഏകനായ ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ. കർത്താവേ, നീ അല്ലാതെ ഒരു ദൈവമില്ല. പലരും ദൈവങ്ങളെന്ന് വിളിച്ചു പറയും, അന്യദേവന്മാരെല്ലാവരുടെ പേര് ദൈവങ്ങളാന്ന് പറയും. എന്നാൽ സത്യത്തിൽ 82 ദൈവമക്കളാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. എന്നാൽ ശത്രുക്കൾ, ദുഷ്ടന്മാർ, അവരൊക്കെ ദേവന്മാരാന്ന് പറയുമ്പോൾ അവരൊന്നും ഒന്നും ഇല്ല പച്ച നിൻ്റെ മുമ്പിൽ. ദൈവാദി ദൈവം നീയാണ്. ഏകനായി മഹാത്ഭുതം ചെയ്യുന്നവൻ നീയാ പച്ച. അങ്ങനെ ശലോമോൻ്റെ കാലത്ത് ആലയത്തിനകത്ത് ദൈവത്തിനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ, സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ മഹത്വം തൻ്റെ ഗ്ലോറി മേഘം പോലെ ഇറങ്ങി വന്നതിനാൽ ശുശ്രൂഷക്കാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പോലെ എത്ര ആലയങ്ങൾ അങ്ങനെയായി മാറും. അപ്പച്ച ഞങ്ങളുടെ ശരീരം അങ്ങനെ ആക്കി മാറ്റണമേ. ഞങ്ങളെ കടന്നു ചെല്ലുന്നിടത്ത് നിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്തുണ്ടായിരിക്കണമേ. അത് ഞാനെന്ന ഭാവം ഞങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കരിച്ചു കളഞ്ഞിട്ട് ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നമ്മൾ കിടന്നില്ലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മുൻപേ ചെന്നിരിക്കുന്നു. ആ വീട്ടിൽ ഒരു വിടുതലും ഒരു അനുഗ്രഹവും ഒരു കൃപയും ദൈവ ചൈതന്യവും കർത്താവേ, ആലയം പണിയുന്നവൻ നീയാണെന്നുള്ള ബോധത്തോടുകൂടി നിൻ്റെ സന്നിധി നിവർന്ന് മിണ്ടാതിരിക്കാനും കൂടെ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. പക്ഷേ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. അങ്ങനത്തേക്ക് അത് പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആക്കിക്കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്ന അപ്പച്ചൻ അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.